നിന്റെ ഡ്യൂട്ടി സാധനങ്ങൾ ലോഡ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുന്നതാ. ഏത് ബോർഡറിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണമെന്നുള്ളത് എൻ്റെ ജോലിയാ. ഒരു കാര്യം നീ ഓർത്തോ, അക്ബർ സേട്ട് എപ്പോഴും ഡ്യൂട്ടി ഫ്രീയാ. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാതെ ഫോൺ വയ്ക്ക. നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? പറയാ. അജ്മീർ ഭായ്. സേട്ടെ, ടീട്ടു ഒരു പെണ്ണിനെ പ്രേമിക്കുന്നുണ്ട്. ആരാ അത്? അത് പിന്നെ അവള് നമ്മുടെ പോലീസ് ഓഫീസറിന്റെ മോളാണ്. നീ എൻ്റെ അനിയനാന്ന് പ്രൂവ് ചെയ്തു. നിനക്ക് ആ പെണ്ണിനെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചു നോക്കാം. ശരിയേട്ടാ, ഞാൻ എന്നാ പോയിട്ട് വരാം. സൂക്ഷിച്ചു പോയിട്ട് വാ. ഹായ് ബ്രോ, ഹൗ ആർ യു? വളരെ നന്നായിട്ടുണ്ട്. എന്തു പറ്റി? അന്നൊന്നും പറയാതെ ആണല്ലോ ഇവിടുന്ന് പോയത്. ബ്രോ, ഞാൻ വലിയ യൂജി ടെൻഷൻ അറിയാലോ. ടെൻഷനാ? എന്ത് ടെൻഷൻ? ഞാൻ പോലീസ് സ്റ്റേഷനിൽ ജോയിൻ ചെയ്തതിനു ശേഷം അവിടുത്തെ എല്ലാ കാര്യം തീർന്നു. ഞാൻ ഒരു ആക്ടിവിറ്റിയും കണ്ടിട്ടില്ല. ഇങ്ങനെ തന്നെ പോയാൽ എന്നെ ട്രാൻസ്ഫർ ചെയ്യും. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? ഞാൻ കള്ളന്മാരെയും റോബേഴ്സിനെയും ICUനെയും ഇവരെ എല്ലാരെയും പിടിക്കണ്ടേ? ഇല്ല, വേണ്ട. നീ ആരെയും പിടിക്കണ്ട. ഈ ഏരിയയിൽ യബ, ഐസ്, ഫാൻസി, ഡ്രഗ് ഡെലിവറി, മർഡർ എല്ലാം സംഭവിക്കും. അതും എന്റെ കൺട്രോളില്. അതുകൊണ്ട് ആരെയും തുടരുത്. എന്താ ബ്രോ ഇത്? നിങ്ങൾ എത്രയോ തെറ്റ് ചെയ്തിട്ടും ഇത്ര കൂളായിട്ട് പുറത്ത് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കല്ലേ? നിങ്ങളുടെ പേര് പോലും ഗിന്നസ് ബുക്കിൽ എഴുതേണ്ടതുണ്ട്. ഗിന്നസ് ബുക്കിലൊക്കെ ഈ കാറ്റഗറി ഇല്ലല്ലോ സാറേ. ആ കാറ്റഗറി ഞാൻ തന്നെ ഉണ്ടാക്കിയതാണപ്പാ. ശരി, ഓക്കെ ബ്രോ. നിങ്ങളുടെ ബിസിനസ് സ്റ്റാറ്റസിനെ കുറിച്ച് അറിഞ്ഞാൽ എനിക്കും കുറച്ച് കൺവീനിയന്റ് ആയിരിക്കുമല്ലോ. ദാദാ 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 ഈ പോലീസുകാർ പറയുന്നൊന്നും കേൾക്കരുത്. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്. ഇവര് പറയുന്നതിൽ എനിക്കെന്തോ സംശയം തോന്നുന്നുണ്ട്. സാറേ, ഹലോ അടിക്കുന്നു. അദ്ദർ, നിനക്കറിയില്ലേ, ഡോക്ടറോടും ലോയറോടും പോലീസിനോടും കള്ളം പറയില്ലെന്ന് അറിയില്ലേ? ഒരുപക്ഷെ ആ ചരക്ക് വേണ്ടി എങ്ങോട്ടാണ് ഷിഫ്റ്റ് ആയെന്ന് അറിയില്ലെങ്കിൽ, അതിൽ നിനക്ക് കുറച്ച് പോലും നോളജ് ഇല്ലെങ്കിൽ, അപ്പൊ ആരൊക്കെ പ്രശ്നം? അവർക്കല്ലേ. അപ്പൊ ആ ചരക്ക് ആർക്ക് കിട്ടും? ആർക്ക് കിട്ടും പറ? നിനക്കാണോ അല്ല എനിക്കോ? ഇന്റലിജന്റ്. എന്റെ ബിസിനസ് ഡേറ്റ മുഴുവനും ഞാൻ തനിക്ക് ഒരു ദിവസം തരുന്നുണ്ട്. പിന്നെ തന്നാ മതി, നോ പ്രോബ്ലം. ഡൊണേഷനൊക്കെ ക്യാഷായി തരാൻ പാടില്ല അങ്കിൾ. നിങ്ങൾ കൊടുക്കും. അതാണ്. അവർക്ക് ആ പേടിയേ ഇല്ല. അവരൊന്നും പറയത്തില്ല. ശരി ശരി. താങ്ക് യു ബ്രോ. ഇനി നിങ്ങൾ നോക്കിക്കോളൂല്ലോ. നോക്കിക്കോ, നിങ്ങൾക്ക് പോകുന്ന വഴി തന്നെ പോക്കറ്റ് മണി കിട്ടും. നിങ്ങളുടെ ജോലി നിങ്ങൾ നോക്കിക്കോ. തീർച്ചയായും. പോട്ടെ. ഹലോ. നല്ലൊരു മനുഷ്യൻ. അയ്യോ, അവനാളൊരു സൂത്രക്കാരനാണെന്ന് തോന്നേ. അവന്റെ സംസാരം അത്ര ശരിയല്ല. ആ SIക്ക് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ഡാറ്റ കൊടുക്കാൻ പാടില്ല. എന്നെ കാണാൻ മണ്ടനെ പോലെ ഉണ്ടോ? ഒരു ഇരുമ്പിനെ കൊണ്ടേ വേറെ ഒരു ഇരുമ്പിനെ കട്ട് ചെയ്യാൻ പറ്റൂ. അവന്റെ കണ്ണ് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട് അവൻ എന്തോ ഒരു പ്ലാനും കൊണ്ടാ ഇവിടെ വന്നിരിക്കുന്നതെന്ന്. ദേ നോക്ക്, ചിലപ്പോഴൊക്കെ നീ എന്താണ് സംസാരിക്കുന്നത്, എന്താ ചെയ്യുന്നതെന്ന് നിനക്ക് ഒരു പിടിയുമില്ല. നല്ല ടെൻഷനുണ്ട്, മനസ്സിലായോ? അതെ, നിങ്ങൾ എന്റെ അച്ഛനെ പോലെയല്ലേ. നിങ്ങൾ സമ്മതിച്ചേ പറ്റൂ. സമയം കളയല്ലേ മോനെ. ഇപ്പൊ ഞാൻ പറയുന്നത് നീ ഒന്നും കേൾക്കുന്നില്ല മോനെ. SIയുടെ മോൾ പ്രിയങ്കയെ കല്യാണം കഴിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഓ, നിനക്ക് അങ്ങനെയാണോ മനസ്സിലായത്? മാമാ, ഞാൻ നിങ്ങൾ പറയുന്നത് കേട്ട് വളർന്നവനാ. നീ നല്ല ബുദ്ധിമാനാണ്. മാമാ, നിങ്ങളുടെ ഐഡിയ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വർക്കൗട്ട് ചെയ്തേക്കാം. എന്ത്? ഞാനിപ്പോ നിനക്ക് എന്ത് ഐഡിയ ഞാൻ പറഞ്ഞെന്നേ? ഞാൻ പ്രിയങ്കയെ കല്യാണം കഴിച്ചെന്ന് വെച്ചോ, അവളെന്റെ ജീവിതം തന്നെ മൊത്തമായിട്ട് തകർത്ത് കളയോ മാമ. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു സൈഡിൽ ഇരുന്നിട്ട് വെത്തിലപ്പാക്ക് തിന്നിട്ട് ചിരിച്ചോണ്ടിരിക്കും. നിനക്ക് എങ്ങനെയാ ഇങ്ങനെയൊക്കെ മനസ്സിലാവുന്നത്? അതങ്ങനെ തന്നെയാ. ഞാൻ നിങ്ങൾ വളർത്തിയവനല്ലേ മാമ. ഇത് നന്നായി കേട്ടോ. പ്രിയങ്കയുടെ അച്ഛൻ, അതായത് ആ പോലീസ് അങ്കിൾ, ഏതോ ഒരു കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അവളുടെ മിസ്റ്റേക്ക് നമ്മൾ മാറ്റിയാൽ അവളെക്കാൾ നല്ലൊരു പെണ്ണിനെ ആർക്കും കിട്ടത്തില്ല.
മതി നിർത്ത്. ഇന്നത്തോടെ ഈ കല്യാണ പ്രശ്നം ഇവിടെ വെച്ച് നിർത്താം കേട്ടോ. അത് കഴിഞ്ഞാ നമ്മൾ അതിനകത്തേക്ക് പോകുമല്ലോ. പിന്നെ ആരുടെ കണ്ണിലും നമ്മൾ പേടില്ലാന്നേ. സർ, മിസ്റ്റർ ആശിഷ് നിങ്ങളോട് വരാൻ പറഞ്ഞു സർ. പോവാം. സർ, ഞാൻ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ആയിട്ടാ വന്നത്. ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ജോലി ചെയ്യാതെ താൻ പാർട്ടി എൻജോയ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു അല്ലേ? എന്നിട്ട് ഇവിടെ വന്ന് ഓരോരോ എക്സ്ക്യൂസ് അല്ലേ? നോ സർ, ഞാൻ നിങ്ങളുടെ പാർട്ടിയിലാ ജോയിൻ ചെയ്യാൻ നോക്കുന്നേ. നിങ്ങളുടെ ഫാമിലി മെമ്പർ ആവണം സർ. സാറേ, ആദ്യത്തെ തവണ നിങ്ങളുടെ മോളെ ഇവൻ കണ്ട ഉടനെ പ്രേമിക്കാൻ തുടങ്ങി സാറേ. കല്യാണം കഴിക്കാനും ആഗ്രഹമുണ്ട്. Shut up. ഓരോ ദിവസവും നിന്റെ ഉത്തരവാദിത്തം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഒരു കാര്യം ഞാൻ പറയാം, നിന്നെ പോലൊരു ഡിസോണസ്റ്റ് പോലീസ് ഓഫീസർക്ക് എന്റെ മോളെ ഞാൻ തരുമെന്ന് കരുതുന്നുണ്ടോ? സർ, ഡിസ്റ്റോണസ്റ്റ് ആയ ഞങ്ങൾ നിങ്ങളെ പോലത്തെ ഹോണസ്റ്റ് ആയ ആൾക്കാർക്കാണ് സല്യൂട്ട് ചെയ്യേണ്ടത് സർ. സർ, എന്റെ അങ്കിള് പറഞ്ഞു കല്യാണം കഴിക്കുകയാണെങ്കിൽ പ്രിയന്തിയെ മാത്രമേ കഴിക്കാവൂന്ന് പറഞ്ഞു. എന്റെ മാമയാണ് എനിക്കെല്ലാം. നോ വേ സർ. ബട്ട് ഐ ഹാവ് എ വേ. 24 മണിക്കൂറിനുള്ളിൽ നിന്നെ ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തിരിക്കും. പിസ്റ്റൾ കയ്യിലെടുത്തിട്ട് ട്രൈ ചെയ്. മിസ്സായാൽ ഷൂട്ട് ചെയ്യ്. ബട്ട് കല്യാണം എന്നത് ഫൈനലാണ് സർ. ഗെറ്റ് ലോസ്റ്റ്. അവളെ ഞാനാ കല്യാണം കഴിക്കാം. മാമ, ഞാൻ തന്നെ. ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാ എന്റെ മാമൻ ഇന്റലിജന്റ് എന്നാ. പക്ഷെ അവരങ്ങനെയല്ല. എന്നെ പോലത്തെ സൂപ്പർ ഫാസ്റ്റ് ചെറുക്കനെ കിട്ടിയിട്ടും അവരെടുക്കുന്നില്ലല്ലോ. താ നോക്കു മോനെ, നിന്റെ അമ്മയപ്പൻ ആരാന്നാ വിചാരിച്ചേ? നീ വിചാരിക്കുന്ന പോലെ ഒരു സാധാരണ മനുഷ്യനല്ല. അയാളെ കുറച്ച് കാണരുത്. ബദാൾ, ഒരു കപ്പ് ചായ എടുത്തിട്ട് വാപ്പോ. ബാബ്ലു സർ, ആ കള്ളന്മാര് രാവിലെ എന്റെ വീട്ടിലേക്ക് വന്ന് ആ വീട് ഒഴിഞ്ഞു കൊടുക്കാൻ 1 മണിക്കൂർ സമയവും തന്നിട്ട് പോയി. ഇനിയെങ്ങാനും ഞാൻ പോയില്ലെങ്കിൽ അവരെന്റെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുമെന്നാ പറഞ്ഞേ. നിന്നോട് പലപ്പോഴും പറഞ്ഞതാണ് എവിഡൻസ് ഇല്ലാതെ ഞങ്ങൾ ഒരു കംപ്ലൈന്റും എടുക്കില്ലെന്ന്. ആദ്യം എവിടെ പോ. ഇവിടെ നോക്ക് ബബ്ലു, എന്തു പറ്റി? അതായത് സാറേ, സർ, ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാ 3 ഏക്കർ സ്ഥലം വാങ്ങിയത്. എന്റെ സ്ഥലത്തിന്റെ ഓണർ വേറെ ഒരാളാ. പക്ഷേ ആ റൗഡി പിള്ളേരും ഞാനിപ്പോ ആ സ്ഥലം ഒഴിഞ്ഞു കൊടുത്തില്ലെങ്കിൽ എന്നെയും എന്റെ കുടുംബത്തിനെയും നടു റോഡിൽ നിർത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. ഞാൻ എത്രയോ തവണ ഈ സാറിന്റെ അടുത്ത് വന്ന് കംപ്ലൈന്റ് കൊടുത്തതാ. പക്ഷെ ഇദ്ദേഹം അത് സ്വീകരിച്ചില്ല. നിങ്ങളുടെ അടുത്ത് ലാൻഡ് പേപ്പേഴ്സ് ഉണ്ടല്ലോ അല്ലേ? ആ ഉണ്ട്. ഞാൻ എന്റെ പേരിൽ തന്നെയാ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അഡ്രസ് കൊടുത്തിട്ട് പോ, ഞാൻ നോക്കിക്കൊള്ളാം. ബബ്ലു സർ, അവരുടെ അഡ്രസ് എഴുതിയെടുക്ക്. ചെയ്യാം സാർ. താങ്ക് യു സർ. നിങ്ങളൊന്ന് പുറത്ത് വെയിറ്റ് ചെയ്ത് ഞാനിപ്പോ തന്നെ വരാം. ഓക്കെ സർ. അതെ മോനെ, ഞാൻ എന്താ കംപ്ലൈന്റ് എടുക്കാത്തതെന്ന് നിനക്ക് ഇനി മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എന്തുകൊണ്ട് വാങ്ങിയില്ല? ആ ലാൻഡേ സേട്ടുന്റെ അനിയൻ കിട്ടുന്റേതാണെന്നേ. ആ സേട്ടിന്റെ അനിയൻ സിറ്റുവിന്റെയോ? അതെ. എന്തുകൊണ്ട് അത് മുമ്പേ പറഞ്ഞില്ല? വാ, നമുക്ക് പെട്ടെന്ന് പോവാം. ഇത്തവണ നല്ല രസം ഉണ്ടാവും. ഒരു ഭാഗത്ത് സിംഹം, മറ്റൊരു ഭാഗത്ത് SI സാർ. സാർ പറഞ്ഞ വിശ്വസിക്കില്ല. ദുർജയ് ജോയിൻ ചെയ്ത് 1 മാസം കഴിഞ്ഞു. പക്ഷേ ഇതുവരെ അയാൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലും നടത്തിയതായി എനിക്ക് തോന്നുന്നില്ല. അതുമാത്രമല്ല സാർ, അയാൾ ഇവിടെയുള്ള എല്ലാ കേസിന്റെയും ഫയലും ഡീറ്റെയിൽസും ഒക്കെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ് സാർ. അതുമാത്രമല്ല, വേറൊരു കാര്യം സാർ അറിഞ്ഞാൽ സ്റ്റണ്ണായി പോവും. എന്താ ചെയ്തേ? ഒന്നും ചെയ്തില്ല സാർ. അക്ബർ സേട്ടിന്റെ കൂടെ അയാൾ കൂടി അവർ തമ്മിൽ കോംപ്രമൈസ് ആയി സാർ. ഈ ന്യൂസ് എങ്ങാനും മീഡിയയിൽ വന്നാലുണ്ടല്ലോ, അത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് തന്നെ അപമാനമാവും. സത്യമാണോ നിങ്ങൾ പറഞ്ഞത്? യെസ് സാർ. അയാൾ ഡ്യൂട്ടി ചെയ്യുന്നില്ല. ഇപ്പോ എന്റെ മകളുടെ പുറകെ കറങ്ങി നടക്കുക. എന്നോട് നേരിട്ട് വന്ന് പെണ്ണ് ചോദിക്കുന്നു. ദിസ് ഈസ് ടു മച്ച്. ഇതുപോലൊരു SI നമ്മുടെ സ്റ്റേഷനിൽ ഇനി വേണ്ട സാർ. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ സാർ അവനെ വേറെ എവിടേക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യണം സാർ. പ്ലീസ് പ്ലീസ് സാർ. OC സാർ, ദുർജയ് ഈ സ്റ്റേഷനിലായിരിക്കും ഉണ്ടാവുന്നത്. അതുകൊണ്ട് സ്പെഷ്യൽ അപ്പോയിന്റ്മെന്റിലായിരിക്കും ഞാൻ നിങ്ങളുടെ സ്റ്റേഷനിലേക്ക് അയച്ചു വിടുന്നത്. സാർ എന്തായി പറയുന്നത്? സാറാണ് അയാളെ ഇങ്ങോട്ട് അയച്ചതെന്ന്? അതെ. സാറിന് ദുർജയുടെ ബാക്ക്ഗ്രൗണ്ട് നല്ലപോലെ അറിയാവോ സാർ? അറിയാം. എനിക്ക് അവരുടെ ഫുൾ ബാക്ക്ഗ്രൗണ്ടും അറിയാം. അദ്ദേഹത്തിനെ പോലെ ഒരു സിൻസിയറായ പോലീസ് ഓഫീസറാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വളരെ ആവശ്യമായിട്ടുള്ളത്. അതിന് നമ്മളെല്ലാവരും സന്തോഷിക്കണം. അദ്ദേഹം മറ്റുള്ളവരെ പോലെയല്ല, വളരെ സിൻസിയറായ പോലീസ് ഓഫീസറാണ്. സാർ, എനിക്ക് അയാളെ കുറിച്ച് എല്ലാം അറിയാം സാർ. ദുർജയ അക്ബർ സേട്ടിന്റെ കൂടെ കൂടി അയാളെ പോലെ തന്നെ ആയി തീർന്നു സാർ.
എനിക്കറിയാം നിങ്ങളെപ്പോലത്തെ ആൾക്കാർ ക്രിമിനൽസിനെ പിടിക്കാൻ ഒരു വഴി വെച്ചിട്ടുണ്ട്. പക്ഷെ ദുർജയുടെ സ്റ്റൈൽ തന്നെ വേറെയാ. ഓസി സാർ, നിങ്ങൾ പറയുന്ന ഈ അക്ബർ സേഠ് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഏരിയയിൽ ഒരു വലിയ ഡോൺ ആയിരിക്കും. പക്ഷെ ദുർജയ് അവനൊരു സിംഹമാ. ആ സിംഹത്തെയാണ് ഞാൻ വേട്ടയാടാൻ അയച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ കൂളായിട്ടിരിക്കെ. ഇനി ദുർജയുടെ കളി കാണ്. ഇതുവരെ നിങ്ങൾ കൈക്കൂലി മേടിച്ച പോലീസ് ഓഫീസറിനെ കണ്ടിട്ടുണ്ടാവും. കറപ്ഷൻ ഇല്ലാത്ത പോലീസിനെ ഇനിയാ കാണാനിരിക്കുന്നത്. ഡേയ് വിളിച്ചോണ്ട് വാ. ഡേയ്, നിന്റെ അടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ ഈ വീട് കാലിയാക്കി തരണമെന്ന്. നീ എന്താ ഒഴിയാത്തത്? അതുമല്ല, നീ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യുന്നു. എവിടെയാണ് നിന്റെ പോലീസ് ഓഫീസർ? ഡേയ്, നിന്നെ ഒരു പോലീസുകാരന് വന്ന് രക്ഷിക്കാൻ പോകുന്നില്ല. കിട്ടുവണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. അവര് തിരിഞ്ഞു പോലും നോക്കില്ലെന്ന് നിന്റെ അടുത്ത് മര്യാദയ്ക്ക് പറയാണ്. കുടുംബം കൊണ്ട് എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോ? ചേട്ടാ, ഞങ്ങളൊന്നും ചെയ്യല ചേട്ടാ. ദയവ് ചെയ്ത് ഞങ്ങള് വെറുതെ വിടണം. ഞങ്ങളോട് ഒരു അല്പം ദയ കാണിക്കണം. ഡേ നൈറ്റ് ഓൾവേസ് നിങ്ങളുടെ മുമ്പിൽ പോലീസാണുള്ളത്. ഹേ എസ് ഐ, ഞങ്ങൾ ആരാണെന്ന് തനിക്ക് അറിയില്ലേ? അക്ബർ സേഠന്റെ ആളുകളാ ഞങ്ങൾ. ഇത്രയും ദിവസം നിങ്ങൾ എന്താണോ കേട്ടത്, എന്താണോ കണ്ടത്, എല്ലാം മറന്നേക്ക്. ഓർമ്മയിൽ വെക്കേണ്ടത് പോലീസ് പബ്ലിക്കിന്റെ സുഹൃത്ത്, പിന്നെ ഗുണ്ടകളുടെ എതിരാളി. നോ കോംപ്രമൈസ് വിത്ത് ടെററിസ്റ്റ്. ഐ ആം ദ പോലീസ്. മാമാ, മോനെ, എല്ലാരും വായും പൊത്തി. നീ ആക്ഷനിൽ സൂപ്പർ ആയി കഴിഞ്ഞു. ഇനി എപ്പോഴും നിങ്ങൾ അലേർട്ട് ആയിക്കോളൂ. പോലീസ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ആവശ്യം വരുമ്പോൾ 100ലേക്ക് വിളിക്കൂ. നിങ്ങളെ സേവിക്കാൻ ഞങ്ങൾ ഉണ്ടാകും.